ടെല്ലവീവ് ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രയേൽ എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇറാന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയപ്പെട്ടാൽ ഏത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും ഞങ്ങളത് നേരിടാൻ സുസജ്ജരാണെന്ന് അവരുടെ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ ഹസൻ നസ്രുള്ളയുടെ അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ നേതാവിൻ്റെയൊക്കെ കൊലപാതകത്തിലുള്ള പ്രതികാരം. അപ്പോൾ അങ്ങനെ തിരിച്ചടിക്കാൻ മാത്രമുള്ള ശക്തി ഇപ്പോൾ ഇറാനുണ്ടോ? ശക്തിയുണ്ട്. ഇറാന് ശക്തിയിലൊന്നുമില്ല. ഇറാൻ നിസ്സാരക്കാരൊന്നുമല്ല. ഈ ഇസ്രായേലിൻ്റെ 90 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ഇറാൻ. ഇസ്രായേൽ വിചാരിച്ചാൽ അങ്ങ് ചുമ്മാ ഇല്ലാതാക്കി കളയുന്ന ഗാസ സ്ട്രിപ്പ് പോലെയൊന്നുമല്ല. ഗാസ സ്ട്രിപ്പ് തന്നെ നോക്കും 40 കിലോമീറ്റർ ഇൻറ്റു ഒരു സ്ഥലത്ത് 5 കിലോമീറ്റർ, മറ്റേത് 20 കിലോമീറ്റർ. ഇത്രയും വീതിയുള്ളൊരു സ്ട്രിപ്പാണ് ഗാസ. ആ ഗാസ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ കീഴടക്കിയോ ഈ പറഞ്ഞ മാതിരി അടിച്ചൊതുക്കിയോ ഇല്ല. ഇപ്പോഴും ഹമാസിൻ്റെ നട്ടെല്ലൊടിഞ്ഞു കഷ്ണം കഷ്ണമായി. ഹമാസ് സ്ട്രെച്ചറിലാണ്, പക്ഷേ ഹമാസും ഉണ്ട് 1 വർഷമായിട്ട്. ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊന്നും സ്വപ്നം കാണുന്നില്ല. വലിയ യാഥാർത്ഥ്യബോധമുള്ള ആൾക്കാരാണ് ഇസ്രായേലുകൾ. അതുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ഈ മിസൈൽ വെച്ചൊന്നും തിരിച്ചാക്രമിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിന് ഇറാനെ അയച്ച മിസൈലുകളൊന്നും ഏറ്റിട്ടുമില്ല. ആകെ 2 മിസൈലാണ് നിലം തൊട്ടത്, അത് ആൾതാമസമില്ലാത്ത സ്ഥലത്ത്. ബാക്കി മിസൈൽ ആകാശത്ത് വെച്ച് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കഷ്ണം വീണ് ഒരു ഗാസക്കാരൻ പാവം മരിച്ചുപോയി. ലേബറാണ് അയാൾ, കൂലിവേലക്കാരൻ, അയാൾ ചത്തുപോയി. ഇതാണ് ആകെ ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഇസ്രായേൽ തിരിച്ചടിക്കാനൊന്നും പോകുന്നില്ല. തിരിച്ചടി വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും, അത് നീണ്ടു നിൽക്കും. ഇറാനും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഈ ഇസ്രായേലിൽ അടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സെക്കൻഡറി എക്സ്പ്ലോഷൻ, അതായിരിക്കും ഓയിൽ വെല്ലിന് തീപിടിക്കുക എന്നുള്ളത്. അത് ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന പരിപാടിയാണ്. ലോകമെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും. അമേരിക്ക ഇപ്പം തന്നെ ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ക്രൂഡ് ഓയിലിന് വില കൂടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ പ്രതീക്ഷ പറഞ്ഞതോടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ കുറേ അധികം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിഞ്ഞു, ചിലരുടെയൊക്കെ ഷെയർ കൂടി. അമേരിക്കയുടെ ഒറ്റ പ്രസ്താവന കൊണ്ട്. ഇതാണ് ഇസ്രായേൽ ഇറാനെ ആയുധങ്ങൾ കൊണ്ട് തിരിച്ചടിച്ചാലുള്ള ഭവിഷ്യത്ത്. ഇതാണ്. ഉടനെ ഒന്നും ആ യുദ്ധം തീരുകയുമില്ല. ഇപ്പോൾ നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം നോക്കുക. എല്ലാവരും വിചാരിച്ചത് എന്താ, 3-4 ദിവസം കൊണ്ട് ഉക്രൈനെ റഷ്യ അങ്ങ് കീഴടക്കും, കഴിഞ്ഞു ഉക്രൈൻ്റെ കഥ. ഇങ്ങനെയാണ് തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതും ഇപ്പോൾ 1 വർഷത്തിലേറെയായി. എവിടെ എത്തി? എങ്ങും എത്തിയില്ല. യുദ്ധങ്ങൾ തീരുന്നില്ല. ഈ പെർസെവറൻസ് ഉള്ള ആളുകളെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. അതാണ് ആ പെർസെവറൻസ് ഉള്ളവരാണ് ഇസ്രായേലികളും അതെ, ഇപ്പുറത്ത് സുന്നികളും അതെ, ഷിയാക്കളും അതെ. ഒരു കോസിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ തയ്യാറുള്ളവർ. അവരുടെ യുദ്ധം തീരുകയില്ല. പകരം ഇസ്രായേൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പോൾ സിനിജിയെ ആലോചിച്ച് നോക്കുക. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു, ഭീകരമായ ആക്രമണം. അത് ഒരു സീൻ. പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നേ ഇല്ല. അതിർത്തിയിലൊരു ഷെല്ല് പോലും പൊട്ടുന്നില്ല. ഒരു ചെറിയ സ്ഫോടനത്തിൽ ഗുരുതരമായിട്ട് അമിത്ഷായ്ക്ക് പരിക്കേൽക്കുന്നു. ഈ സ്ഫോടനം നടത്തിയത് ആരാണ് എന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ മുമ്പിലുള്ള ഫ്ലവർ വേസ് പൊട്ടിത്തെറിക്കുകയോ ചെയ്തിട്ട് ഗുരുതരമായ പരിക്കേൽക്കുന്നു, ICUവിലാണ്. അതിൻ്റെ ഷോക്ക് ആലോചിച്ച് നോക്കുക. ഭാരതത്തിൽ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ ഷോക്കിനേക്കാൾ വലുതാണ് ഈ ഷോക്ക്. ഒരു അജ്ഞാത സ്ഫോടനത്തിൽ നിങ്ങളുടെ ഒരു കീ മാൻ മരിക്കുക അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കുക. ഇതിന് ഉത്തരവാദി ആരുമില്ലാതിരിക്കുക. ഈ സംഭവം നടന്ന ഉടനെ പാകിസ്ഥാൻ അവിടുന്ന് ഇതിനെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കും. പല രാജ്യങ്ങളും US, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് ഒക്കെ അത്ഭുതം പ്രകടിപ്പിക്കും, രോഷം പ്രകടിപ്പിക്കും ഒക്കെ ചെയ്യും. ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല. എന്ത് ചെയ്യും നിങ്ങൾ? ഏതാണ് വലിയ ഷോക്ക്? അതിർത്തിയിൽ നടക്കുന്ന അഥവാ നടക്കാൻ സാധ്യതയുള്ള ഒരു ആക്രമണമാണോ ഈ സ്ഫോടനമാണ്? ഒരു രാജ്യത്തിന് നടുക്കം സൃഷ്ടിക്കുന്നത് ഈ സ്ഫോടനമാണ്.
ഇതാണ് ഇസ്രായേൽ ഇറാനിൽ ചെയ്യുന്നത്. ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊല്ലുക ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹമാസിൻ്റെ ലീഡറാണ് അയാൾ. ഇറാനിൽ പോകുന്നു, അവിടുത്തെ പ്രധാനമന്ത്രിയെ വാഴിക്കാനായിട്ട്, അരിയിടാൻ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു. അവരുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് IRGCയുടെ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ സംരക്ഷണയിലാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന് ഏത് ഗസ്റ്റ് ഹൗസിൽ പോകും, എവിടെ താമസിക്കും, എപ്പോൾ ഉറങ്ങും എന്നൊക്കെ ഇസ്രായേൽ എങ്ങനെ അറിഞ്ഞു? ഇറാൻ്റെ ഉള്ളിൽ അവരുടെ ചാരന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇറാൻ്റെ ഓരോ നീക്കവും ഇസ്രായേലിനെ അറിയിക്കുന്ന ആളുകൾ, സോഫ്റ്റ്വെയർ അല്ല, ആളുകളുണ്ട്. അത് കൂടാതെ ഈ CCTV, ഇപ്പം നാടെങ്കിലും CCTV വയ്ക്കുന്നുണ്ടല്ലോ, ഈ CCTVകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ CCTVകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇസ്രായേൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് ചൈനീസ് നിർമ്മിത CCTVകൾക്ക് ഇന്ത്യയിൽ ഇമ്പോർട്ട് നിരോധിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്തിനത് ചെയ്തു? അതിന് കാരണമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വിശ്വസനീയമായ വിവരം കിട്ടി. ഈ CCTVകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എൻഡ് ചൈന വരെ പോയിരിക്കുന്നു. ഭാരതത്തിൽ എറണാകുളത്ത് MG റോഡിൽ സിനുജിയും ഞാനും കൂടെ നടന്നു പോകുന്നത് ഒരു CCTV കാണുന്നുണ്ടല്ലോ. ഈ ഇൻഫർമേഷൻ ചൈനയിൽ സ്റ്റോർ ചെയ്യുന്നു. മോഹൻദാസും സിനുജിയും നടന്നു പോകുന്നതായിട്ട്. മോഹൻദാസിനെയും സിനുജിയെയും വരെ അവർക്ക് കണ്ടുപിടിക്കാമെങ്കിൽ അമിത്ഷായെ കണ്ടുപിടിക്കാനാണ് പാട്. വലിയ സന്നാഹങ്ങളുമായിട്ട് അമിത്ഷാ ഇറങ്ങി നടക്കുന്നു, കണ്ടുപിടിക്കാം. എവറി ഗാഡ്ജറ്റ് ഹാസ് ബിക്കം എ വെപ്പൺ നൗ. ഓരോ സാധനവും ആയുധമായിട്ട് മാറി. അങ്ങനെ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ അങ്ങനെ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച ആൾ, ഇബ്രാഹിം റൈസി, അത് പേജർ സ്ഫോടനമാണെന്നിപ്പോൾ സംശയിക്കുന്നു ആൾക്കാർ. ഇറാൻ സംശയിക്കുന്നു. ഹെലികോപ്റ്ററിൻ്റെ തകരാറായിരുന്നില്ല, അയാളുടെ കയ്യിലുണ്ടായിരുന്ന പേജർ പൊട്ടിത്തെറിച്ചാണ് ആ ഹെലികോപ്റ്റർ ആക്സിഡൻ്റ് ആവുന്നത്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ അറ്റാക്കാണ് ഇത് നടക്കുന്നത്. നമുക്ക് ഇന്ത്യക്ക് പിന്നെ ഈ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിയുമില്ല. നമ്മളുടെ മിലിറ്ററി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം സോഫ്റ്റ്വെയറും മൈക്രോസോഫ്റ്റാണ്. സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് മുഴുവൻ ചൈനീസ് നിർമ്മിതവുമാണ്. വാസ്തവത്തിൽ അമേരിക്കയും ചൈനയും കൂടെയാണ് നമ്മളുടെ സോഫ്റ്റ്വെയർ രംഗം കീഴടക്കി ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതെന്തോ ഒരു സംരക്ഷണമാണെന്നുള്ള മട്ടിൽ നമ്മളും സന്തോഷമായിട്ട് ജീവിക്കുന്നു. വാസ്തവത്തിൽ നമ്മളുടെ അത്രയും വൾണറബിളായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ മറ്റേതെങ്കിലും രാജ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടാവാം ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ. നമ്മളുടെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നത്തിങ്. കേരള പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ നോക്കും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഒരാൾ ഡിലീറ്റ് ചെയ്യുന്നു, അല്ല ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക. ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഉത്തരം കേരള പോലീസിന് കിട്ടാൻ എത്ര കാലമെടുക്കും? ഉത്തരം കിട്ടുന്നില്ല, കാത്തിരിക്കണം കാലങ്ങളോളം. ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് മാറ്റെന്ന് ഫേസ്ബുക്കിനോട് പറഞ്ഞിട്ട് അവർ മാറ്റുന്നില്ല. ഞങ്ങൾക്ക് സൗകര്യം, വി ആർ നോട്ട് അണ്ടർ യു, ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. അവർ നമ്മുടെ കീഴിലല്ല. ഫേസ്ബുക്ക് ഇന്ത്യയുടെ തലവൻ ആരാണെന്ന് സിനുജിക്ക് അറിയാമോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അയാളുടെ പേര് പറയാമോ? പറ്റില്ല. ട്വിറ്റർ ഇന്ത്യയുടെ തലപ്പത്ത് ഇരിക്കുന്നത് ആരാണ്? ട്വിറ്റർ ഇൻ്റർനാഷണൽ എല്ലാവർക്കും അറിയാം, ഇലോൺ മസ്ക്. ഇന്ത്യയിൽ ആരായി പുള്ളി? അറിയില്ല. അവരുടെ മേൽവിലാസം എന്താ? അറിയില്ല. നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഒരു ക്രിമിനൽ കംപ്ലയിൻ്റ് ഉണ്ട്. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രം ഫേസ്ബുക്കിൽ വരുന്നു. ഇതാര് കൊടുത്തു എന്നറിയാൻ വയ്യ. ഫേസ്ബുക്കിൽ അത് പരക്കുന്നു. ആ സ്ത്രീക്ക് ഫേസ്ബുക്കിനെതിരെ ഒരു കേസ് കൊടുക്കണം. കേസ് കൊടുക്കണമെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സ് വേണ്ടേ? അതെ. ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അമേരിക്കയിലെ അഡ്രസ്സ് ഉണ്ട്. അമേരിക്കയിലേക്ക് ഇവിടെ നിന്ന് സമൻസ് അയക്കാൻ പറ്റില്ല. ദിസ് ഈസ് ദ വേ ദേ ആർ പ്ലേയിങ്. സിനുജിയുടെ മൊബൈലിൽ നോക്കും, മൊബൈലിന് തരുന്നത് എന്താ? യൂസർ മാനുവലാണ്, ഓണർ മാനുവലല്ല. സിനുജി വെറും യൂസറാണ്, ഓണർ അവനാണ്. ഓപ്പോയോ വിവോയോ ആരാന്ന് വെച്ചാൽ അയാളാണ് ഓണർ, യൂസറാണ് സിനുജി. ഇത്രയധികം സോഫ്റ്റ്വെയറിൽ കടന്നുകയറ്റം നടത്തിയിട്ട്
ഇത്ര വൾണറബിളായിട്ടും ഇപ്പോഴും നമുക്കിതിനെപ്പറ്റിയൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഒരു യൂട്യൂബ് വീഡിയോ യൂട്യൂബുകാരൻ എടുത്ത് കളഞ്ഞാൽ കളഞ്ഞതാണ് ഇല്ലേ? അതെ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ABC-യുടെ മൊത്തം വീഡിയോസ് ഒരു ദിവസം കളഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണ് കളഞ്ഞില്ലേ? അതെ, എന്ത് ചെയ്യാൻ പറ്റി? യൂട്യൂബിന് തന്നെ മെയിൽ അയച്ച് യൂട്യൂബ് തന്നെ പാസ്വേഡ് മാറ്റി ഇത് ടെക്നോളജി അറിയാവുന്നവരിരുന്ന് 5-6 മണിക്കൂർ കൊണ്ടാണ് ഇത് റെസ്റ്റോർ ചെയ്യുന്നത്. വാട്ട് എ നോൺസെൻസ്. നമ്മൾ ഇന്ത്യക്കാർ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് ഇട്ട സാധനം ഏതോ സായിപ്പ് അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, കഴിയും കഥ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാണൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ആ സ്വിച്ചും അവരുടെ കയ്യിലാണ്. ഇത് ഇസ്രായേലിന് അറിയാം നന്നായിട്ട്. ഇറാനിലെ ആരുടെ പ്രാണനാണ് കളയേണ്ടത്, ഏത് സ്വിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അതായിരിക്കും അവരുടെ ഓപ്പറേഷൻ. അല്ലാതെ ഫുൾ സ്കെയിൽ മിസൈൽ അയച്ചിട്ട് തൃശ്ശൂർ പൂരം നടത്തുന്ന കലാപരിപാടി ആയിരിക്കില്ല. ആയത്തുള്ള അലി ഖമേനി ഒരു പരസ്യമായ പ്രസ്താവന നടത്തി അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആരും അതിനോട് പ്രതികരിച്ചില്ല. എന്നിട്ട് ഈ ആയത്തുള്ള അലി ഖമേനി ഒരുപക്ഷെ പോയി ഇരിക്കുന്നത് ബങ്കറിനുള്ളിലായിരിക്കും. പേടിയുണ്ടോ അപ്പോൾ ഇസ്രായേലിനെ? തീർച്ചയായിട്ടും. പിന്നെ ഇസ്രായേലിനെ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഖമൈനി ഒളിവിലാണ്. ഈ പ്രസംഗിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ അദ്ദേഹം താമസിക്കുന്ന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ അവസ്ഥയാണ് അവരുടെ. അന്യോന്യം പേടിച്ചേ പറ്റുള്ളൂ. നെതന്യാഹു എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നെതന്യാഹുവും അതുപോലെയാണ്, വളരെ കെയർഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. മതനിയമങ്ങൾ കടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഇഷ്ടമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇറാനിൽ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെ സ്വാതന്ത്ര്യം എല്ലാം പോയില്ലേ? അപ്പോൾ അവർ വിചാരിക്കത്തില്ല ഇസ്രായേലുകാർ വന്നിട്ട് ഈ ഖമേനിയെ കൊന്നോട്ടെ, അല്ലെങ്കിൽ മത നേതാക്കളെ തീർത്തോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. താമസിയാതെ ഇസ്രായേലിൽ ഒരു ആഭ്യന്തര വിപ്ലവം ഉണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും കരുതുന്നുണ്ട്. ഇറാനിൽ ആഭ്യന്തര വിപ്ലവം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് നെതന്യാഹു ഡയറക്റ്റ് ഇറാൻ ജനതയോട് സംസാരിച്ചത്. നിങ്ങൾ വിഷമിക്കണം, നമ്മൾ തമ്മിൽ യാതൊരു വഴക്കുമില്ല. ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ അതിനെ വലിയ അതുപോലത്തെ ഒരു വിപ്ലവം. അതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഈ സമയമായതുകൊണ്ട് അമേരിക്കയ്ക്ക് അനാവശ്യ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.